നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡാർട്ട് ആണ് നോക്കുന്നത്. എസ്പെഷ്യലി ഡാർട്ടിലെ ഫംഗ്ഷൻ ആണ് നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഡാർട്ട് പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബേസിക് പ്രോഗ്രാമിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടു നോക്കുക. അതല്ലെങ്കിൽ ഇഷ്ടംപോലെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഓൾറെഡി ഒരു പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ബിക്കോസ് ഡാർട്ട് ഒരു സി ലൈക്ക് ലാംഗ്വേജ് ആണ്. സിൻടാക്സ് ഒക്കെ സി പ്രോഗ്രാമിംഗിന്റെ പോലെയാണ്. ബട്ട് ഇറ്റ്സ് എൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡാർട്ടിലെ ഫംഗ്ഷൻസ് എന്താണെന്നാണ്. ബിക്കോസ് നമ്മൾ ഫംഗ്ഷൻസ് നമ്മൾ ഫ്ലട്ടറിന്റെ കൂടെ ഡാർട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഫംഗ്ഷൻസ് എഴുതും. അപ്പൊ എങ്ങനെയാണ് ഫംഗ്ഷൻസ് എഴുതുന്നത്, അതിന്റെ ഡിഫറെന്റ് വേരിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഞാനൊരു സ്റ്റാൻഡ് അലോൺ ഡാട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? മെയിൻ ഫംഗ്ഷൻ വേണം, വോയിഡ് മെയിൻ. ഓക്കെ, ആൻഡ് ഈ മെയിൻ ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? എൻട്രി പോയിന്റ്, ഈ പ്രോഗ്രാമിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ്. ഈ ഫംഗ്ഷന്റെ പേര് ഫംഗ്ഷൻ ഡെമോ ഡോട്ട് ഡാട്ട് എന്നാണ്. സോ ഇത് റൺ ചെയ്യാൻ വേണ്ടി കൺസോളിൽ ഞാൻ ഡാട്ട് എസ് ടി കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്ലട്ടർ എസ് ടി കെ വേറെ ഉണ്ട്, ഡാട്ട് എസ് ടി കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡോട്ട് പ്രോഗ്രാംസ്, സ്റ്റാൻഡ് അലോൺ ഡോട്ട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് റൺ ചെയ്യാം. ഡാട്ട് ഫംഗ്ഷൻസ് ഈസ് ആക്ച്വലി ഫംഗ്ഷൻ ഡെമോ ഡോട്ട് ഡാട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം റൺ ആയി കിട്ടും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഇതിനകത്ത് ഫംഗ്ഷൻസ് ബോഡി ഒന്നുമില്ല, അതായത് പ്രത്യേകിച്ച് ഒന്നും റൺ ആയി കിട്ടില്ല. സി ലെറ്റ് മീ റൈറ്റ് എ പ്രിന്റ് ഹിയർ. പ്രിന്റ് കൺസോളിൽ ഒരു ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രിന്റ് ഉപയോഗിക്കുന്നത്. സി ഞാൻ ഹലോ ഡാർട്ട് എന്ന് കൊടുത്തു. സെമി കോളം മാൻഡേറ്ററി ആണ്, ബിക്കോസ് ഇത് സി ലൈക്ക് ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് സെമി കോളൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു ഗെറ്റ് എ സിൻടാക്സ് എറർ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, എക്സ്പെക്ടഡ് ടു ഫൈൻഡ് എ സെമി കോളൻ, ദാറ്റ് ഈസ് സിൻടാക്സ് എറർ. സോ യു ഹാവ് ടു പുട്ട് എ സെമി കോളൻ ഹിയർ. ദെൻ ഞാനത് ഓട്ടോ സേവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സേവ് ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. ഓക്കെ, ദെൻ റൺ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടണം? ഹെലോ ഡോട്ട് എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, യു ക്യാൻ സി ഹെലോ ഡോട്ട് ഹിയർ. ഇനി നമ്മൾ ഡോട്ടിൽ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കുന്നത്. എസ്പെഷ്യലി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. ഫംഗ്ഷൻ നമുക്കറിയാം, നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന ടാസ്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു എൻറ്റിറ്റി ആക്കി മാറ്റാം. ദെൻ യു ക്യാൻ റീയൂസ് ഇറ്റ്. അതാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത്? അതിന്റെ സിൻടാക്സ് എന്താണ്? പാരാമീറ്റേഴ്സ് എന്താണ്? ആർഗ്യുമെന്റ്സ് എന്താണ്? ദെൻ റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ എന്താണ്? റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷൻ എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഡാർട്ടിൽ യു ക്യാൻ യൂസ് സംതിങ് ലൈക്ക് ദിസ്. ഗിവ് എ ഫംഗ്ഷൻ നെയിം. നെയിമിംഗ് കൺവെൻഷൻ ഉണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഫംഗ്ഷൻ നെയിം, വേരിയബിൾ നെയിം, ദെൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോളർ കേസ് ലെറ്റർ. ഓക്കെ, സ്മോളർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒരു അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രൈവറ്റ് ഫംഗ്ഷൻ ഓർ പ്രൈവറ്റ് മെത്തേഡ്. അതല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലാസിന്റെ മുന്നെയോ ഫംഗ്ഷന്റെ മുന്നെയോ വേരിയബിളിന്റെ മുന്നെയോ ഒക്കെ അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് പ്രൈവറ്റ് ആണെന്നാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷന്റെ പേര് കൊടുത്തു. ദെൻ യു ഹാവ് ടു ഓപ്പൺ എ പാരാന്തസിസ്, ദെൻ a curly brace. This is actually function body. See, I'm going to print something. Print hello John. Okay. Then this is called the function definition. And if you want to call this function, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ പേര് വെച്ച് കോൾ ചെയ്യാം, ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് പുട്ട് എ സെമി കോളൻ ഹിയർ. ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹലോ ജോൺ എന്ന് കിട്ടും. ഓക്കെ, ഒബ്വിയസ്ലി യു ഗെറ്റ് ഹലോ ഡോട്ട്, അതിന്റെ താഴെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹലോ ജോൺ എന്ന് പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു സിമ്പിൾ ഫംഗ്ഷൻ എഴുതുന്നത്, എന്നിട്ട് അതിനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇൻവോക്കിംഗ് ദ ഫംഗ്ഷൻ ഓർ കോളിംഗ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഈ ഫംഗ്ഷന് പാരാമീറ്റേഴ്സും ഇല്ല, റിട്ടേൺ ടൈപ്പും ഇല്ല. സോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് പാരാമീറ്റർ ആണ്. ആൻഡ് ഇത് കമന്റ് ആണ്, ഡബിൾ സ്ലാഷ് ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ ലൈൻ കമന്റ് ആണ്, വിത്തൗട്ട് പാരാമീറ്റർ ആൻഡ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വിത്ത് പാരാമീറ്റർ എഴുതാണ്. സി, ഇവിടെ എപ്പോൾ ഇത് കോൾ ചെയ്താലും നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ? യു ആർ ഗോയിങ് ടു ഗെറ്റ് ഹലോ ജോൺ. സി, സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങളുടെ പേര് പാസ് ചെയ്യാൻ പറ്റണം, അത് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പൊ നമ്മളിത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാനിവിടെ let me change the name. We are actually displaying something, so display എന്നാക്കി. Okay,
then display. Okay, എനിക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റണം. യു ഹാവ് ടു പാസ് സംതിങ്, പാസ് സം വാല്യൂ, ദെൻ യു ഹാവ് ടു യൂസ് ദാറ്റ് വാല്യൂ ഹിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഡിക്ലെയർ വൺ മോർ ഫംഗ്ഷൻ ആൻഡ് യു കാൺട്ട് യൂസ് ദ സെയിം നെയിം. ഒരേ പേര് ഉപയോഗിക്കാൻ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി ഞാൻ ഡിസ്പ്ലേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഡിസ്പ്ലേ 1 ഉപയോഗിച്ചു. ഓക്കെ, ദെൻ ഇത് നമ്മൾ വിത്ത് പാരാമീറ്റർ ആണ് എഴുതുന്നത്, പക്ഷെ എന്തില്ല, അതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു പാരാമീറ്റർ കൊടുക്കുകയാണ്. പാരാമീറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുക. ആദ്യം ആ പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് എന്താണ്, നിങ്ങൾ എന്ത് ടൈപ്പ് വാല്യൂ ആണോ അതിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ എം ഗോയിങ് ടു പാസ് എ സ്ട്രിംഗ് ടൈപ്പ്, ദെൻ നെയിം എന്നുള്ള പേരാണ് ആ പാരാമീറ്റർ ഉള്ളത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂവിന് പകരം ഐ വാണ്ട് ടു പ്രിന്റ് ദാറ്റ് നെയിം. സോ നിങ്ങൾക്ക് സ്ട്രിംഗ് ഇന്റർപോളേഷൻ ഉപയോഗിക്കാം, ലൈക്ക് ദിസ് നെയിം. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി പ്ലേസ് ഹോൾഡർ. ഐ തിങ്ക് യു നോ ദിസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് രണ്ട് സ്ട്രിംഗ് കമ്പൈൻ ചെയ്ത് ഹെലോ പ്ലസ് നെയിം എന്ന് എഴുതാം. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂസ് ദിസ് സ്ട്രിംഗ് ഇന്റർപോളേഷൻ ആൻഡ് ഡോളർ എന്ന് ഉപയോഗിക്കുക, ദെൻ നെയിം. ദിസ് വിൽ ആക്ട് ആസ് എ സ്പേസ് പ്ലേസ് ഹോൾഡർ. ദെൻ ഈ വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ വരും. ആൻഡ് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർഷൻ ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ ഹാപ്പൻ ചെയ്യും. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രിങ്ങിന്റെ കൂടെ ഏജ് ആഡ് ചെയ്യണമെങ്കിൽ ഏജ് ഇൻറ്റീജർ ആവും, സ്ട്രിങ് ബാക്കി സ്ട്രിങ്ങും ആണ്, അതിന്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ടു സ്ട്രിങ് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏജ് എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇവിടെ സപ്പോസ് ദിസ് ഈസ് ഇൻറ്റ് ഏജ് എന്നാണ്. ഓക്കെ, എനിക്ക് വേണ്ടത് യോ ഏജ് ഈസ് എന്നാണ് വേണ്ടത്. ആൻഡ് ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഏജ് എന്ന് എഴുതി. ഓക്കെ, ഞാൻ ഇവിടെ എറർ ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ ഇതിന് പകരം ഇങ്ങനെയാണ് എഴുതുന്നത് വിചാരിക്കുക, രണ്ട് സ്ട്രിങ് കമ്പൈൻ ചെയ്യണം, പ്ലസ് ഏജ് എന്ന് എഴുതി. നൗ യു ഹാവ് എൻ എറർ ഹിയർ. ഇവിടെ എറർ ഉണ്ടായിരിക്കും, ബിക്കോസ് ദിസ് ഇസ് സ്ട്രിങ്, ദിസ് ഇസ് എ ഇൻറ്റ് വാല്യൂ. യു കാൻറ്റ് ആഡ് എ സ്ട്രിങ് വിത്ത് എൻ ഇൻറ്റിജർ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ രണ്ട് ആപ്പിൾ ഉണ്ട്. എത്ര ആപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യിലൊരു ആപ്പിളും മറ്റേ കയ്യിലൊരു ആപ്പിൾ, ടോട്ടൽ എത്ര ആപ്പിൾ വെച്ചാൽ രണ്ട് ആപ്പിൾ എന്ന് പറയാം. ഒന്ന് ആപ്പിളും ഒന്ന് ഓറഞ്ച് ആണെങ്കിലും, ഓറഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യു കാൻറ്റ് ആഡ്. ഇതൊരു ടൈപ്പും ഇത് വേറൊരു ടൈപ്പുമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ സ്ട്രിങ് ആയി കൺവേർട്ട് ചെയ്യണം. സോ യു ക്യാൻ സിംപ്ലി കൺവേർട്ട് എ സ്ട്രിങ് ഇൻറ്റീജർ ടു സ്ട്രിങ് ലൈക്ക് ദിസ്. ടു സ്ട്രിങ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ കൺവേർട്ട്. ഇങ്ങനെ എഴുതുന്നതിന് പകരമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിനെ ഇവിടുന്ന് മാറ്റിയിട്ട് യു ക്യാൻ യൂസ് ദാറ്റ് സ്ട്രിങ് ഇന്റർപോളേഷൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഡോളർ ഏജ് എന്ന് കൊടുത്തു. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിസ്പ്ലേ 1. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു എറർ കാണാം. ഈ എററിന് കാരണം ഇവിടെ കൊണ്ടുപോയി മൗസ് ഓവർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം വൺ പൊസിഷണൽ ആർഗ്യുമെന്റ് എക്സ്പെക്ടഡ് ബട്ട് 0 ഫൗണ്ട്. ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷന് മാൻഡേറ്ററി ആയിട്ടൊരു ആർഗ്യുമെന്റ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്തില്ല, പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് അതിന്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ടൈപ്പുള്ള വാല്യൂ മസ്റ്റ് ആയിട്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. പ്രിന്റ് ചെയ്ത് കിട്ടണം. യുവർ ഏജ് ഈസ് എന്ന് വേണ്ട എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇവിടെ ഞാനിവിടെ ഏജ് പാസ് ചെയ്തിട്ടുണ്ട്, ആ ഏജ് ഇവിടെ വന്നു, ആ ഏജ് ഞാൻ ഇവിടെ യൂസ് ചെയ്തു. ദെൻ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഈ പാരാമീറ്റർ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പൊസിഷണൽ ആർഗ്യുമെന്റ് എന്ന്, അല്ലെങ്കിൽ പൊസിഷണൽ, ദീസ് ആർ കോൾഡ് പൊസിഷണൽ ആർഗ്യുമെന്റ്സ്. ഇത് ഈ പാരാമീറ്റർ മാൻഡേറ്ററി ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ വാല്യൂ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇത് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരും, ഒരു എറർ ത്രോ ചെയ്യും. വൺ പൊസിഷണൽ ആർഗ്യുമെന്റ് എക്സ്പെക്ടഡ് ബട്ട് 0 ഫൗണ്ട് എന്ന് വേണ്ടിയിട്ട് എറർ വരും. അപ്പോൾ പൊസിഷണൽ ആർഗ്യുമെന്റ് ഓർത്തിരിക്കുക. പൊസിഷണൽ ആർഗ്യുമെന്റ് എന്താണ്, മാൻഡേറ്ററി ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. ഇവിടെ നിങ്ങൾക്ക് എത്ര ആർഗ്യുമെന്റ് വേണമെങ്കിലും ആവും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് വേറൊരു ആർഗ്യുമെന്റ്, വേറൊരു വേരിയബിൾ, നോട്ട് വേരിയബിൾ, ഒരു പാരാമീറ്റർ ഡിക്ലെയർ ചെയ്യാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, നെയിം എന്നുള്ള പാരാമീറ്റർ ഡിക്ലെയർ ചെയ്തു. ദെൻ എനിക്ക് ഇവിടെ എന്ത് വേണം, യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം, നെയിം. ഓക്കെ, ദെൻ യുവർ ഏജ് ഈസ്, ഇവിടെ എന്ത് വേണം, യുവർ ഏജ് ഈസ് ദാറ്റ് ഏജ്. ഓക്കെ, സോ ഇവിടെ കണ്ടായിരുന്നു, ബിക്കോസ് ഇതിനകത്ത് രണ്ട് പാരാമീറ്റർ ഉണ്ട്, ഞാൻ ഒന്നേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, നെയിം ആണ്. ഐ ആം ഗോയിങ് ടു പാസ് എ നെയിം. ഓക്കെ, നൗ ആ എറർ പോയി. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, പൊസിഷണൽ ആർഗ്യുമെന്റിൽ അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത് അതിന്റെ പൊസിഷൻ വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് 25 പോകുന്നത് ഇതിലേക്കും ഏജ് എന്നുള്ള വേരിയബിളിലേക്കും, രണ്ടാമത് കൊടുത്ത ജോൺ എന്നുള്ള വാല്യൂ പോകുന്നത് നെയിം എന്നുള്ള വേരിയബിളിലേക്കുമാണ്. ഇത് നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എറർ അടിക്കും, ബിക്കോസ് ഇത് ഇൻറ്റും
ഇത് സ്ട്രിങ്ങും ആണ്. അപ്പോൾ അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത് ഇവിടെ പാരാമീറ്ററിന്റെ പൊസിഷൻ നോക്കിയാണ് അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പൊസിഷണൽ ആർഗ്യുമെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, പൊസിഷണൽ ആർഗ്യുമെന്റ് എന്താണ്? മാൻഡേറ്ററി ആണ്, മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിത്ത് പാരാമീറ്റർ ആണ്, പക്ഷെ ഇതിന് എന്തില്ല? റിട്ടേൺ ടൈപ്പ് ഇല്ല. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് മാൻഡേറ്ററി ആണ്. അത് എന്ത് ചെയ്യണം? അതിന്റെ അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത് പൊസിഷൻ നോക്കിയിട്ടാണ്. 25 ഈ ഓർഡറിൽ, ഇവിടെ എന്താണോ ഓർഡർ ആ ഓർഡറിലായിരിക്കണം നിങ്ങൾ ഇവിടെയും പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ തിങ്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് റിട്ടേൺ ടൈപ്പുള്ള ഫംഗ്ഷൻ നോക്കാം. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും നല്ലത്. അപ്പോൾ ലെങ്തി വീഡിയോയിലേക്ക് പോകുന്നില്ല. ഇതാണ് സിമ്പിൾ ആയിട്ടൊരു ഫംഗ്ഷൻ എഴുതുന്നത്. ദിസ് ഈസ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ്, വിത്ത് പാരാമീറ്റർ നോക്കി, ആൻഡ് വിത്തൗട്ട് പാരാമീറ്റർ ആൻഡ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് നോക്കി. ഓക്കെ, ആൻഡ് എന്താണ് പൊസിഷണൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു, എന്താണ് സ്ട്രിംഗ് ഇന്റർപോളേഷൻ എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? വിത്ത് പാരാമീറ്റർ, വിത്ത് റിട്ടേൺ ടൈപ്പ്, ദെൻ ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ നെയിംഡ് പാരാമീറ്റേഴ്സ് എന്താന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.